ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ആദ്യത്തേത് 2 ധനുഷ് സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. അതിൽ ധനുഷ് നായകനായെത്തുന്ന ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന തമിഴ് സിനിമയാണ് കുബേര. ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന തുടങ്ങിയവർ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ടീസർ ഈ നവംബർ മാസം റിലീസ് ചെയ്തിരുന്നു. ചിത്രം അടുത്ത വർഷം ഫെബ്രുവരി അവസാന ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. രായന് ശേഷം വീണ്ടും ധനുഷിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന അടുത്ത തമിഴ് സിനിമയാണ് നിലാവുക്ക് എന്മേൽ എന്നടി കോപം. മോളിവുഡിൽ നിന്നും ഈ വർഷം വാലന്റൈൻ ദിനം പ്രമാണിച്ച് പ്രേമലു റിലീസ് ചെയ്തതുപോലെ അടുത്ത വർഷം തമിഴിൽ നിന്ന് വരാനിരിക്കുന്ന ധനുഷിന്റെ പ്രേമലു മാതൃകയിൽ ഒരു സിനിമയാണ് നിലാവുക്ക് എന്മേൽ എന്നടി കോപം. ഗാനങ്ങളെല്ലാം തന്നെ പുറത്തു വന്ന സിനിമ ഫെബ്രുവരി 14 2025 തിയേറ്ററുകളിലേക്ക് എത്തും. അല്ലു അർജുൻ നായകനെത്തുന്ന പുഷ്പ 2 അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇന്നലെ പുറത്തു വന്ന സിനിമയിൽ ഏറ്റവും പുതിയ ഗാനം കിസിക്കിന് മിക്സഡ് അഭിപ്രായങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. ഇന്ന് കിസിക്കിന്റെ മലയാളം ഡബ് വെർഷൻ വന്നപ്പോൾ അത് മറ്റൊരു ട്രോൾ മെറ്റീരിയലിന് വഴിയൊരുക്കിയിരിക്കുന്നു എന്നാണ് വരികൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ചിത്രത്തിന്റെ കേരള പ്രൊമോഷനായിട്ട് അല്ലു അർജുൻ കേരളത്തിലേക്ക് എത്തുകയാണ്. വരുന്ന നവംബർ 27 കേരളത്തിലെ സിനിമയുടെ പ്രൊമോഷന് തുടക്കം കുറിക്കുക. വെട്രിമാരന്റെ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന തമിഴ് ചിത്രം വിജയ് സേതുപതി നായകനെത്തുന്ന വിടുതലൈ പാർട്ട് 2 എന്ന സിനിമയുടെ ഓഡിയോ ട്രെയിലർ ലോഞ്ച് നാളെ നവംബർ 26 നടക്കുന്നതാണ്. അങ്ങനെ മാർക്കോ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 25 ദിവസങ്ങൾ മാത്രം ബാക്കി. വരുന്ന ഡിസംബർ 20 ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ വലിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കങ്കുവ റിലീസിന് ശേഷം സൂര്യ അഭിനയിക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ സൂര്യ 45. RJ ബാലാജി സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സൂര്യ 45 എന്ന സിനിമയുടെ ചിത്രീകരണം വരുന്ന ഡിസംബറിലെ ആദ്യ ആഴ്ചയോടെ ആരംഭിക്കും. തൃഷ നായിക വേഷത്തിലെത്തുന്ന സിനിമയുടെ ചിത്രീകരണം നേരത്തെ ഈ നവംബർ മാസം ആരംഭിക്കാനായിട്ട് പ്ലാൻ ചെയ്തെങ്കിലും RJ ബാലാജിയുടെ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളാലാണ് സൂര്യ 45 എന്ന സിനിമയുടെ ചിത്രീകരണം വൈകുന്നത്. ലാലേട്ടൻ ഒരു ഗസ്റ്റ് കാമിയ റോളിലെത്തുന്ന സിനിമ അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതൊരു അന്യഭാഷാ സിനിമയാണ്. കണ്ണപ്പ എന്നാണ് സിനിമയുടെ പേര്. തെലുഗു പാൻ-ഇന്ത്യൻ സിനിമയായിട്ട് വരാനിരിക്കുന്ന ലാലേട്ടൻ, പ്രഭാസ്, അക്ഷയ് കുമാർ തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. 2025 ഏപ്രിൽ 25 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. വീഡിയോയിലെ അവസാന അപ്ഡേറ്റ് നിലവിൽ പാലക്കാട് മലമ്പുഴയിൽ ചിത്രീകരണം അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന L2 എമ്പുരാനെ കുറിച്ചാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനെത്തുന്ന സിനിമയിൽ ഒരുപാട് ലാലേട്ടൻ ആരാധകർ കാത്തിരുന്ന മോക്കോബോട്ട് റോബോട്ടിക് ക്യാമറയും ഒപ്പം തന്നെ ലാലേട്ടൻ കോംബോയും ഒരുമിക്കുകയാണ്. നേരത്തെ റാം എന്ന സിനിമയ്ക്കായിട്ട് ഈ കോംബോ ഒരുമിച്ചെങ്കിലും ഇപ്പോഴത്തെ ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തുക എമ്പുരാൻ ആയതുകൊണ്ട് ലാലേട്ടന്റെ ആ ഒരു കിടിലൻ ആക്ഷൻ രംഗങ്ങൾ ഈ ക്യാമറയിൽ വെച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. വിക്രം എന്ന സിനിമയിലെ ഇന്റർവെല്ലിൽ നാം കണ്ട കമലഹാസന്റെ രംഗങ്ങളോട് സമാനത ഉള്ള രംഗങ്ങൾ എമ്പുരാനിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ റോബോട്ടിക് ക്യാമറയിൽ ലാലേട്ടനെ എമ്പുരാൻ എന്ന സിനിമയിൽ കാണുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം.